Hi friends, ഈ വീഡിയോയിൽ നമുക്ക് ഓൾട്ടർനേറ്ററിന്റെ ഓരോ കോമ്പണന്റും എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഇതിന്റെ പാർട്ട് 1, 2, 3 ഭാഗങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കോമ്പോണൻറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഏതൊക്കെ മേജറായിട്ടുള്ള കോമ്പോണൻറ്റ്സ് ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓരോരോ കോമ്പോണൻ്റായിട്ട് നോക്കാം. അപ്പോൾ അതിന് മൾട്ടിമീറ്റർ നമ്മൾ ആദ്യം ഓണാക്കുന്നു. കൂടുതൽ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത് റെസിസ്റ്റൻസുകളും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് ബെറ്റർ എപ്പോഴും. റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഡയോഡിൻ്റെ ഇൻസ്പെക്ഷനും. അപ്പം നമ്മൾ മൾട്ടിമീറ്റർ കണ്ടിന്യൂഷൻ മൾട്ടിമീറ്ററിൻ്റെ പോർട്ടുകളെല്ലാം പ്രോപ്പറായിട്ട് ഈ പ്രോബുകളെല്ലാം കൃത്യമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ റെസിസ്റ്റൻസും ഡയോഡും ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റെഡ് പ്രോബ് ഈ ഡയോഡ് വോൾട്ടേജ് ഓം ആ പോർട്ടിൽ ഫിക്സ് ചെയ്യാം. കോമൺ എന്ന് പറയുന്ന ഗ്രൗണ്ട് എപ്പോഴും ഈ കോമൺ ആയിട്ടുള്ള പോർട്ടിൽ ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ഓപ്പറേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കേബിളുകൾക്ക് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ആണുള്ളത് എന്ന് ശ്രദ്ധിക്കുക. അപ്പം 0.01 ഓം അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം മൾട്ടിമീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമുക്കറിയാം മെയിനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ എങ്ങനെ ടെസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു മാനുഫാക്ചറർ ഈ വോൾട്ടേജ് റെഗുലേറ്റർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിട്ടുള്ളത് ടൊയോട്ടയുടെ മാനുവലിലാണ് പിന്നെയും റെഗുലേറ്റർ 3 പ്രോബുകൾ അല്ലെങ്കിൽ ഈ 3 ടെർമിനലിൽ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ മിക്കവാറും എല്ലാ മാനുഫാക്ചേഴ്സും ഈ വോൾട്ടേജ് റെഗുലേറ്റർ ടെസ്റ്റിങ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എവിടെയും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് നല്ല ഒരു പ്രത്യേക എക്യുപ്മെൻസുകൾ ആവശ്യമാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻസ് ആണ്. അതുകൊണ്ട് ആരും തന്നെ അത് പറയാറില്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് ഒരവസ്ഥ വരാറില്ല. അപ്പം മറ്റുള്ള കോമ്പോണൻറ്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റർ മാറാമെന്നുള്ളതാണ് മെയിനായിട്ട്. നമുക്കറിയാം വോൾട്ടേജ് റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മേജറായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓവർ ചാർജിങ് ആണ്. കാരണം വോൾട്ടേജ് റെഗുലേറ്ററാണ് ചാർജിൻ്റെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഓവർ ചാർജിങ് ആണ്. അതല്ലെങ്കിൽ ഇതൊട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇത് ചാർജ് ആവുകയില്ല, അപ്പോൾ അണ്ടർ ചാർജിങ് സംഭവിക്കാം. പക്ഷെ അതിന് എന്ത് കാരണമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് മറ്റു കോമ്പോണൻറ്റുകൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റർ മാറാമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ട് എങ്ങനെയാണെന്ന് എവിടെയും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മാനുവലിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വ്യക്തമായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നിലവിലില്ല. ഇനി ലോക്കൽ ആയിട്ടുള്ള കുറേ ടൂളുകളുണ്ട്, അതെല്ലാം മാനുഫാക്ചറും അപ്രൂവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കൺവിൻസിങ് ആണെന്ന് പറയാനും പറ്റില്ല. പിന്നെ പുതുതായിട്ടുള്ള വരുന്ന വാഹനങ്ങളിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി ഈ ഓൾട്ടർനേറ്റർ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഓൾട്ടർനേറ്റർ റീപ്ലേസ്മെൻ്റ് ആണ് പറയുന്നത്. അല്ലാതെ ഇതിനകത്തുള്ള ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ചൈൽഡ് പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനും തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമുക്കിത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി ആരും ഒരു മാനുഫാക്ചറും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാനായിട്ട് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, കാരണം അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മെയിനായിട്ടില്ല. ടൊയോട്ടയുടെ മാനുവലിൽ പറയുന്നതനുസരിച്ച് നമ്മൾ ഇത് ഈ 3 ടെർമിനലുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടൊയോട്ടയുടെ മാനുവലിൽ പറയുന്നത് ഒരു സൈഡിലേക്ക് ഇത് ഡയോഡ് കണ്ടോ, ഒരു സൈഡിലേക്ക് ഇത് ഡയോഡ് പോലെ കടത്തിവിടുകയും ഇത് ഓപ്പോസിറ്റ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കടത്തിവിടാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഡയോഡിനെ കാണിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് മാനുവൽ പറയുന്നത്, ടൊയോട്ടയുടെ മാനുവലിൽ പറയുന്നത്. അത് പക്ഷേ എല്ലാ മോഡലിലും ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അത് കറക്റ്റാണ് എന്ന് ഉറപ്പ് പറയാനും പറ്റില്ല മറ്റുള്ള ബ്രാൻഡുകളിൽ. അപ്പോൾ അതാണ് വോൾട്ടേജ് റെഗുലേറ്ററിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. അടുത്ത കോമ്പോണൻ്റ് എന്ന് പറയുന്നത് നമുക്ക് റോട്ടർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിനകത്ത് എന്താണ് ഒരു വൈൻഡിങ് ആണുള്ളത്, വളരെ തിക്കായിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള വൈൻഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ വളരെയധികം റെസിസ്റ്റൻസ് ഉണ്ടാവും, വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ ഒരു 2.7 ഓം ടു 3.5 ഓം ആണ് അതിൻ്റെ നോർമലായിട്ടുള്ള റെസിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ അതിനകത്തായിരിക്കും നോർമലി ഉണ്ടാവുക. മിക്കവാറും എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ 200 ഓമിലേക്ക് റെസിസ്റ്റൻസ് സെലക്ട് ചെയ്യുക. കാരണം എന്താണ്, 2.7 to 3.5 ഓമാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്.
ഇനി നമുക്കിത് അറിയില്ല, ഈ വാല്യൂ അറിയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹയസ്റ്റ് വാല്യൂ ഇട്ടതിന് ശേഷം ഈ മൾട്ടിമീറ്ററിന് 200 മെഗാ ഓം വരെ അളക്കാം. അത്ര എന്തായാലും റെസിസ്റ്റൻസ് ഉറപ്പായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു 220 കിലോ ഓം മുതൽ വേണമെങ്കിൽ നമുക്ക് ഇട്ടതിന് ശേഷം പിറകിലേക്ക് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതിനകത്ത് അറിയുന്നത് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, 200 ഓമിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം, ഇതാണ് ഇതിൻ്റെ സ്ലിപ്പ് റിങ്ങുകൾ. അപ്പോൾ ഞാൻ നേരത്തെ മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ലിപ്പ് റിങ്ങിലൂടെ വൈൻഡിങ് തുടങ്ങി അതിൻ്റെ മറ്റേ എൻ്റെ ഇവിടെ വന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വളരെ ഈസി ആയിട്ട് ഇവിടെ ഇതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പിടിക്കുക, പ്രോപ്പറായിട്ട് പിടിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കാണാനായിട്ട് സാധിക്കും. 2.9 ഓം അല്ലെങ്കിൽ 2.8 ഓം ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ടെസ്റ്റ് നമ്മൾ പറയുന്നതാണ് റോട്ടർ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. അപ്പോൾ ഇത് ഇവിടെ കാണിക്കുന്നില്ല, ഇതിന് പകരം OL ആണ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് അല്ലെങ്കിൽ 0 ആണ്, ജസ്റ്റ് 1 ആണ് കാണിക്കുന്നത്, ഇതുപോലെ 1 ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്, സർക്യൂട്ട് ഓപ്പൺ ആണ്. അത് അല്ലെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഇത് വൈൻഡിങ്ങിനകത്ത് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വന്നാലും എന്താവും, ഓൾട്ടർനേറ്റർ ചാർജിങ് നടക്കില്ല. അപ്പം ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന മെത്തേഡാണിത്, സ്ലിപ്പ് റിങ്ങുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ റോട്ടറിൻ്റെ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ലിപ്പ് റിങ്ങും ഇതിൻ്റെ ബോഡിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള കണ്ടിന്യൂറ്റിയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇത് ഓപ്പൺ ആയിരിക്കണം. കണ്ടോ, 1 കാണിക്കുന്നു. അതിനർത്ഥം ഇത് തമ്മിൽ ഷോർട്ട് അല്ല എന്നുള്ളതാണ്. ഇത് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. ഓക്കെ. അപ്പോൾ സ്ലിപ്പ് റിങ്ങിൻ്റെ ഈ സ്ലിപ്പ് റിങ് 2 സ്ലിപ്പ് റിങ്ങിൽ വെച്ച് നോക്കുക. ഇത് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ഇൻറ്റേർണലി ഷോർട്ട് ആണെന്നുള്ളതാണ്. അപ്പോൾ റോട്ടർ നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ലിപ്പ് റിങ്ങിൻ്റെ ഡയാമീറ്റർ ആണ്. ഈ സ്ലിപ്പ് റിങ്ങിൻ്റെ ഡയാമീറ്റർ നമുക്ക് മൈക്രോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാം. അത് ഓരോ വാഹനങ്ങളുടെയും അതിൻ്റെ മാനുവൽ പറഞ്ഞിട്ടായിരിക്കും എത്രയാണ് ഡയാമീറ്റർ. അപ്പോൾ ഡയാമീറ്റർ കുറഞ്ഞാൽ സംഭവിക്കുക, ഈ സ്ലിപ്പ് റിങ്ങിലേക്കാണ് ഈ ബ്രഷുകൾ, ഇതിനകത്ത് ബ്രഷ് മിസ്സിങ് ആണ്. അപ്പോൾ ബ്രഷ് ഇവിടെ ഇരിക്കുന്നുണ്ടാവുക, ഈ ബ്രഷുകൾ ഇതിനകത്താണ് കോൺടാക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയാമീറ്റർ കുറയുന്നതിനനുസരിച്ച് സംഭവിക്കും, ഇതിൻ്റെ കോൺടാക്റ്റും അതുപോലെ കുറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ ഡയാമീറ്റർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് മാനുവൽ ഉപയോഗിക്കുക, എത്രയാണ് നോർമൽ ഡയാമീറ്റർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ റോട്ടറിൻ്റെ മെയിനായിട്ടുള്ള ഇൻസ്പെക്ഷൻ. പിന്നെ ബെയറിങ്, നോയ്സ് ചെക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇത് റോട്ടർ എന്ന് പറയുന്ന പാർട്ടിൻ്റെ ഇൻസ്പെക്ഷനാണ്. അടുത്തത് നമുക്ക് സ്റ്റേറ്റർ അല്ലെങ്കിൽ ഈ വൈൻഡിങ്ങുകൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഈ വൈൻഡിങ് ഇതും വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള ഒരു വൈൻഡിങ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് 3 ഫേസ് വൈൻഡിങ് ആണ്, 3 സെറ്റ് ഓഫ് വൈൻഡിങ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. 1, 2, 3 സെറ്റ് ഓഫ് വൈൻഡിങ് ആണ്. പക്ഷേ 3 വൈൻഡിങ്ങുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം. ഓരോ വൈൻഡിങ് റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. കണ്ടോ, ഏകദേശം 0.6, 0.5 ഓം റെസിസ്റ്റൻസ് ഉള്ളൂ ഈ ഓരോ വൈൻഡിങ്ങുകളും തമ്മിൽ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അപ്പം ഇത് കണ്ടോ, ഇതിനകത്ത് വളരെ ഹൈ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഈ ഒരു കോയിൽ. അതിനർത്ഥം ആ ഒരു കോയിലിനകത്ത് അല്ലെങ്കിൽ ആ വൈൻഡിങ്ങിനകത്ത് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. കണ്ടോ, ഇവിടെ വളരെ ഹൈ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അതേസമയം ഈ 2 ഭാഗങ്ങൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടിയ റെസിസ്റ്റൻസ് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ 2 ഭാഗങ്ങൾ തമ്മിൽ കാണിക്കുമ്പോൾ തന്നെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. കണ്ടോ, 0.5 ഓമേ ഉള്ളൂ. അതേസമയം ഇവിടെ ചെക്ക് ചെയ്താലും ഇതുപോലെ തന്നെയാണ്. കണ്ടോ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് ഈ വൈൻഡിങ് ചെക്ക് ചെയ്ത്. ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ സ്റ്റേറ്ററിൻ്റെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 വൈൻഡിങ്ങുകൾ തമ്മിലും പരസ്പരം കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കൂടുതലോ അതല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് കാണിക്കുകയോ ചെയ്ത് ഞാൻ അർത്ഥം ഈ സർക്യൂട്ട് ഈ വൈൻഡിങ് ഓപ്പൺ ആണെന്നുള്ളതാണ്. അങ്ങനെ വന്നാലും ഈ വൈൻഡിങ് ഓപ്പൺ ആയാലും നമുക്കറിയാം ചാർജിങ് പ്രോപ്പറായിട്ട് നടക്കില്ല, അല്ലെങ്കിൽ അണ്ടർ ചാർജിങ് സംഭവിക്കും. ഇനി ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഈ വൈൻഡിങ്ങും ഇതിൻ്റെ ബോഡിയും തമ്മിൽ ഒരു തരത്തിലുള്ള കണക്ഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ഓരോ വൈൻഡിങ്ങും എടുത്തതിന് ശേഷം അതും ബോഡിയുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വൈൻഡിങ് കാണിക്കുകയാണെങ്കിൽ, റെസിസ്റ്റൻസ് കാണിക്കുകയാണെങ്കിൽ അർത്ഥം അത് ബോഡിയുമായിട്ട് ഷോർട്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്റ്റേറ്ററിൻ്റെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും. അപ്പം സ്റ്റേറ്ററിലാകെ ഇതാണ് മെയിനായിട്ടുള്ള ടെസ്റ്റുകളുള്ളത്.
അടുത്ത എന്താണ്? ഡയോഡ് ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ റെക്ടിഫയർ അസംബ്ലി ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. റെക്ടിഫയർ അസംബ്ലി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഇതിനകത്ത് ഡയോഡുകൾ, റെക്ടിഫയറിനകത്ത് ഡയോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡയോഡുകൾ പോസിറ്റീവ് ഡയോഡുകളുണ്ട്, നെഗറ്റീവ് ഡയോഡുകളുണ്ട്. ഡയോഡിൻ്റെ പ്രത്യേകത ഒരു സൈഡിലേക്ക് മാത്രമേ കറണ്ടിനെ കടത്തി വിടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഒരു വൺ സൈഡിലേക്ക് കറണ്ടിനെ കടത്തി വിടും, അടുത്ത സൈഡിലേക്ക് കടത്തി വിടുന്നില്ല എങ്കിൽ നമുക്കറിയാം റെക്ടിഫയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയോഡ് ചെക്ക് ചെയ്യാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യാം, ഇതിനകത്ത് ഡയോഡ്, ഈ സിമ്പിളാണ് ഡയോഡിലേക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഡയോഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഇതാണ് മെയിൻ ആയിട്ടുള്ള ബാറ്ററി പോസിറ്റീവ് ടെർമിനൽ. ഈ പ്ലേറ്റിലിരിക്കുന്ന ഡയോഡുകളാണ് 1, 2, 3, 4, 5, 6. ഈ ഡയോഡുകളാണ് പോസിറ്റീവ് ഡയോഡുകൾ. അപ്പം ഈ കാണുന്ന ഇതുണ്ട് 1, 2, 3, 4, 5, 6 ഇതാണ് നെഗറ്റീവ് ഡയോഡുകൾ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ നെഗറ്റീവ് ഡയോഡും പോസിറ്റീവ് ഡയോഡും ചെക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എളുപ്പത്തിന് നെഗറ്റീവ് ഡയോഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രോബ് ഇവിടെ വയ്ക്കുന്നു. അതിനുശേഷം ഓരോ ഡയോഡിലും നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. കണ്ടോ, 1 കാണിക്കുന്നില്ല, കണക്ഷനില്ല, അതിനർത്ഥം ഇത് ഒരു ഡയറക്ഷനിലേക്ക് കറണ്ടിനെ കടത്തി വിടുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ പ്രോബ് തിരിച്ചു പിടിപ്പിക്കണം. ഈ ബ്ലാക്ക് പ്രോബിൽ നെഗറ്റീവ് പ്രോബ് ബാറ്ററി പോസിറ്റീവ് ടെർമിനലിലും ഇനി മറ്റുള്ളതെല്ലാം ഡയോഡിലും കണക്ട് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ 48849 ഇത് വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. ഏകദേശം 0.5 വോൾട്ടേജ് ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലെങ്കിൽ 0.5 വോൾട്ടേജിന് താഴെ ആണ് കാണിക്കുക. അപ്പോൾ രണ്ടാമത്തെ, ഇനി മൂന്നാമത്തെ ഡയോഡ് ചെക്ക് ചെയ്തു, നാലാമത്തെ നെഗറ്റീവ് ഡയോഡ് ചെക്ക് ചെയ്തു, അഞ്ചാമത്തെ ഡയോഡ് ചെക്ക് ചെയ്തു, അഞ്ചാമത്തെ നെഗറ്റീവ് ഡയോഡ് ചെക്ക് ചെയ്തു, ആറാമത്തെ നെഗറ്റീവ് ഡയോഡ് ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് ഈ 6 ഡയോഡുകളും നെഗറ്റീവ് ഡയോഡുകളും ഒരു ഡയറക്ഷനിൽ മാത്രമേ കടത്തി വിടുന്നുള്ളൂ, മറ്റു ഡയറക്ഷനിൽ കടത്തി വിടുന്നില്ല. ഇതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് പോസിറ്റീവ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് എളുപ്പമാണ്. ഓരോ ഓൾട്ടർനേറ്ററും ഓരോ തരത്തിലാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് ആ പോസിറ്റീവ് ഡയോഡിലേക്ക് പോകാം. അപ്പോൾ പോസിറ്റീവ് ഡയോഡുകളുടെ അതർ എൻഡ് കാണിക്കുന്നതിനകത്താണ്. ഇതാണ് ഈ പോസിറ്റീവ് ഡയോഡുകളുടെ അതർ എൻഡ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് നമ്മൾ പോസിറ്റീവ് ടെർമിനലിലും അതുപോലെ പോസിറ്റീവ് സൈഡ് ഈ ഡയോഡിലും കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് വാല്യൂ കാണിക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6. ഇനി ഇതിന് ഞാൻ ഈ പ്രോബിനെ തിരിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു, നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കണ്ടോ, 1, 2, 3, 4, 5, 6. അപ്പോൾ എല്ലാ ഡയോഡുകളും, അപ്പോൾ നമ്മൾ പോസിറ്റീവും ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ എല്ലാ ഡയോഡുകളും എന്താണ്, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അതിനർത്ഥം ആ 6 ഡയോഡുകൾ അല്ലെങ്കിൽ 12 ഡയോഡുകൾ, 6 പോസിറ്റീവ് ഡയോഡുകളും 6 നെഗറ്റീവ് ഡയോഡുകളും വളരെ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് എന്താണ്, നമുക്ക് ഇവിടെ ബ്രഷ് വരുന്ന സമയത്ത് ബ്രഷിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ബ്രഷ് മിസ്സിംഗ് ആണ്. ആ ബ്രഷ് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ബ്രഷിൻ്റെ ലെങ്ത് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഷിൻ്റെ ലെങ്ത് ഓരോ സർവീസ് മാനുവലിനും കൊടുത്തിട്ടുണ്ട്, എത്രയായിരിക്കും ലെങ്ത് വേണം എന്നുള്ളത്. അപ്പോൾ ആ ലെങ്ത് കൃത്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് മിനിമം ലെങ്ത് കൊടുത്തിട്ടുണ്ടോ, മാക്സിമം ലെങ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ മിനിമം ലെങ്ത് ഉണ്ട്, ഇത്രയും മിനിമം വേണം എന്നുള്ളത്. ഈ മിനിമം ലെങ്ത് ഇല്ലെങ്കിൽ ഈ ബ്രഷ് ഈ സ്ലിപ്പർ റിങ്ങളിൽ ടച്ച് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റോട്ടറിലേക്കുള്ള സപ്ലൈ കിട്ടില്ല, സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഏറ്റവും മേജറായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ. പിന്നെ ബെയറിങ് നോയ്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബെയറിങ് സ്റ്റിക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുക, പുള്ളിയുടെ ബെയറിങ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം, അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഏറ്റവും മേജറായിട്ടുള്ള ഓൾട്ടർനേറ്ററിൻ്റെ കോമ്പോണൻറ്റ് ടെസ്റ്റിംഗ്. വീണ്ടും ഞാൻ പറയുന്നു, വോൾട്ടേജ് റെഗുലേറ്റർ ടെസ്റ്റ് ചെയ്യാനായിട്ട് മിക്കവാറും ഒരു മാനുഫാക്ചറും തന്നെ പറയുന്നില്ല. അപ്പോൾ ഈ എല്ലാ കോമ്പോണൻസും ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റർ ആണ് മാറേണ്ടത്, അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ ആയിരിക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവുക. അപ്പം ഈ രീതിയിൽ നമുക്ക് ഓൾട്ടർനേറ്റർ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും മാനുഫാക്ചറർ ആ വോൾട്ടേജ് റെഗുലേറ്റർ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെത്തേഡ് പറയുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളൊന്നും കണ്ടിട്ടില്ല. ആ സമയം നിങ്ങൾ വർക്ക് ചെയ്ത ഏതെങ്കിലും ബ്രാൻഡിൽ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം മറ്റുള്ളവർക്ക് അത് ഉപകരിക്കും.
അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഓൾട്ടർനേറ്ററിൻ്റെ ഇൻസ്പെക്ഷൻ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.